ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽ വിത്ത് സിനി റോഷിൻ. അപ്പോൾ ഇന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യാനല്ല എൻ്റെ കൂടെ വരാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു വൈൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സോ ക്രിസ്മസ് ഒക്കെ വരാൻ പോകുമല്ലേ, അതുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 21 ഡേയ്സിൽ റെഡി ആവുന്ന ഒരു ഈസി വൈൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതിന് ഞാനിവിടെ ഒരു കിലോൻ്റെ സീഡ്ലെസ് ഗ്രേപ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടി നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് ഇതുപോലെ 250 ml 9 കപ്പ് വെള്ളം, 250 ml × 9 അഥവാ 2250 ml ഓർ 2 liters 250 ml. ഓക്കെ, അത്രയും നമുക്ക് വേണം. എന്നിട്ട് അതിലേക്ക് 1 കിലോ പഞ്ചസാര, 1 കിലോ മുന്തിരിക്ക് 1 കിലോ മുതൽ 1.25 കിലോ വരെ പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് അലിയുന്ന വരെ മാത്രം ചൂടാക്കിയാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഈ 1 കിലോ പഞ്ചസാര ഈ വെള്ളത്തിൽ അലിഞ്ഞ് വെള്ളം ക്ലിയറായി കിട്ടണം. ഓക്കെ, ഇത് 21 ഡേയ്സിൽ റെഡി ആവുന്ന ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് സാധാരണ വൈൻ ഉണ്ടാക്കുന്നത് പോലെ തുറന്ന് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളവിടെ ഷുഗർ സിറപ്പ് റെഡി ആവട്ടെ. അപ്പത്തിന് നമുക്ക് മുന്തിരി നന്നായിട്ട് കഴുകണം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഞെട്ടിയും അതിലുള്ള സംഭവങ്ങളെല്ലാം കളയണം. ഓക്കെ, ഇത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകണം എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, മുന്തിരിയിലാണ് കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണല്ലോ പറയുന്നത്. സോ നമുക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം കഴുകിയെടുക്കുക. അപ്പോഴത്തേനും ഇതേ ഷുഗർ സിറപ്പ് ഇതുപോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. എന്നിട്ട് ഈ കഴുകിയ മുന്തിരി നമുക്കൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് കാറ്റത്തിലോ അങ്ങനെയൊക്കെ ഇട്ട് ഡ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂലോ അല്ലെങ്കിൽ ഒരു ഡ്രൈ ക്ലോത്തിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ പൊട്ടിയ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ കളയുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നിങ്ങളെല്ലാ മുന്തിരിയും മാക്സിമം ഡ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഡ്രൈ ചെയ്ത മുന്തിരി ഇതുപോലെയുള്ള ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഭരണി ഉണ്ടെങ്കിൽ അതോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഡ്രൈ ചെയ്ത് വെച്ച മുന്തിരി ഇതുപോലെ ഓരോ മുന്തിരിയും എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് വേണം അതിനകത്തോട്ട് ഇടാനായിട്ട്. ചില മുന്തിരികൾ ചെറുതായിട്ട് പൊട്ടിയത് ഓൾറെഡി ഉണ്ടാവും, പക്ഷേ പൊട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് ഓരോ മുന്തിരിയും നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർക്കണം. ഓക്കെ, സോ ഇന്നിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഒരു 21 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ ബാക്കി ഇത് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ബാക്കി ചെയ്യേണ്ടതെന്നുള്ള പ്രോസസ്സിൻ്റെ വീഡിയോ ഇടുന്നത്. ഓക്കെ, സോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ഇടുക. സോ ക്രിസ്മസ് ആകുമ്പോഴത്തേനും റെഡി ആവണമെങ്കിൽ ഇപ്പം തന്നെ ഇത് ചെയ്തു തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഓരോ മുന്തിരിയും ഇതുപോലെ പൊട്ടിച്ച് ഫുള്ളായിട്ട് അതിനകത്തേക്ക് ഇടണം. വെള്ളമില്ലാതെ ഉണങ്ങിയ മുന്തിരി ആയിരിക്കണം കേട്ടോ. ഉണങ്ങിയ മുന്തിരി മീൻസ് ഉണക്കമുന്തിരി അല്ല, വെള്ളം ഡ്രൈ ചെയ്തെടുത്ത മുന്തിരി. ഞാനിവിടെ ഗ്രാനുലേറ്റഡ് ഈസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു 6 grams. നിങ്ങൾക്ക് ഇതിന് പകരം ബോൾ ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ കുറച്ച് ഈസ്റ്റ്, അതുപോലെ കുറച്ച് ഒരു 6-7 കരയാമ്പൂ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ 2 പട്ടയും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിനകത്ത് ചേർക്കാവുന്നതാണ്. എനിക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് തണുത്ത് വന്നിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പിടി, നിങ്ങളുടെ കയ്യിൽ എത്രയാണോ കൊള്ളുന്നത് അത്രയും ഒരു പിടി ഗോതമ്പ് കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ മാക്സിമം മിക്സ് ചെയ്യാൻ പറ്റുന്ന അത്രയും മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മളിത് 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാക്സിമം വെട്ടം തട്ടാത്ത ഭാഗത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കണം. ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. സോ 21 ഡേയ്സ് കഴിഞ്ഞിട്ട് കാണാം. സോ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു സൂൺ.